സമാധാന ചർച്ചകളെ അവഗണിച്ച് ആക്രമണത്തിലൂടെ യുദ്ധം ഇല്ലാതാക്കാനുള്ള യുക്രൈന്റെ നിലവിലെ നീക്കം എടുത്തുചാട്ടമാണെന്നത് വ്യക്തമാണ്. 1.5 വർഷം കാത്തിരുന്ന് റഷ്യൻ അതിർത്തികൾ താണ്ടി യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ തിരിച്ചും അപ്രതീക്ഷിതമായിരുന്നു. റഷ്യയിൽ നിന്നും പ്രതിദിനം നേരിടുന്നത് പോലൊരു ആക്രമണം തിരിച്ച് റഷ്യയിലേക്ക് നടത്താൻ യുക്രൈന് 1.5 വർഷത്തെ കടുത്ത പദ്ധതികൾ വേണ്ടി വന്നു. യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതിയെന്ന യുക്രൈൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കിയുടെ വാശിപ്പുറത്താണ് റഷ്യ സമാധാന ചർച്ചകൾക്ക് മുതിർന്നത് തന്നെ. പക്ഷേ അത് തങ്ങളുടെ ആവശ്യമാണെന്നത് മറന്ന് യുക്രൈൻ കാണിച്ചു കൂട്ടുന്ന പരാക്രമണങ്ങൾ യുക്രൈന് തന്നെ അതിപ്പോൾ പണിയായിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. യുക്രൈനിന്റെ അതിർത്തിയോട് ചേർന്നുള്ള റഷ്യൻ പ്രദേശങ്ങളായ ബ്രയാൻസ്ക്, ക്രൂസ്ക് എന്നിവിടങ്ങളിൽ ട്രെയിനുകൾക്ക് മുകളിലേക്ക് പാലങ്ങൾ തകർന്നു വീണ് 7 പേർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ യുക്രൈന്റെ അട്ടിമറി പ്രവർത്തനങ്ങളാണെന്നാണ് റഷ്യയുടെ വാദം. കുറ്റവാളികൾ യുക്രൈന് വേണ്ടി പ്രവർത്തിച്ചുവെന്നത് ഏതാണ്ട് ഉറപ്പായതിനാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമില്ല താനും.